നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. നെറ്റ് പരീക്ഷാ വിവാദത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പാർലമെന്റ് വളയൽ സമരത്തിന്റെ ഭാഗമായി കോൺഗ്രസ് നടത്തിയ മാർച്ചിലാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായത്. കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യം മുഴക്കി പാർലമെന്റിലേക്ക് നടത്തിയ കോൺഗ്രസ് മാർച്ച് ദില്ലി പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷം ഉണ്ടായത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് UP, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ചോദ്യം ചെയ്യലിന് പോലീസ് നോട്ടീസ് അയച്ചു. പരീക്ഷാ കേന്ദ്രങ്ങളിൽ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ക്രമക്കേടിനെതിരെ കോൺഗ്രസ് ലക്നൌവിൽ നടത്തിയ പ്രതിഷേധവും സംഘർഷത്തിൽ കലാശിച്ചു. UGC നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ പരീക്ഷയ്ക്ക് 48 മണിക്കൂർ മുമ്പ് ചോർന്നുവെന്ന് CBI കണ്ടെത്തി. 6 ലക്ഷം രൂപയ്ക്ക് വരെയാണ് വിൽപ്പനയ്ക്ക് വെച്ചതെന്നാണ് CBI അന്വേഷണത്തിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ CBI അന്വേഷണത്തിന്റെ പ്രാഥമിക വിവരങ്ങളാണ് പുറത്തു വന്നത്. 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ജമ്മു കാശ്മീരിൽ യോഗാ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള നന്മയ്ക്കായുള്ള പ്രതിനിധിയായാണ് യോഗയെ ലോകം കാണുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, കിരൺ റിജിജു, സഹമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ളവർ ദില്ലിയിലെ യോഗാ ദിനാഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. സമൂഹത്തിൻ്റെ രോഗാതുര കുറയ്ക്കുന്നതിന് യോഗയ്ക്ക് പരമപ്രധാന സ്ഥാനമുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. യോഗാ പ്രചാരണത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് ഈ വർഷം പുതുതായി 10,000 യോഗാ ക്ലബ്ബുകൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് മാധ്യമങ്ങളിലും എല്ലായിടത്തും പരിഹാസ്യമായി മാറിയെന്ന് നിയമസഭയിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. നാളെ ഉച്ചയ്ക്ക് ശേഷം സ്ഥലം സന്ദർശിക്കുമെന്നും മഴക്കാലത്ത് വെള്ളം കയറാതെ സംരക്ഷിക്കാൻ നടപടി ഉണ്ടാകുമെന്നും അതിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ തീരുമാനിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. OR കേളു CPMന്റെ തമ്പ്രാൻ നയത്തിൻ്റെ ഇരയാണെന്നും മന്ത്രിയാക്കിയെങ്കിലും പ്രധാന വകുപ്പുകൾ ഒഴിവാക്കിയെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ വിമർശിച്ചു. പട്ടികവർഗക്കാരോടുള്ള നീതി നിഷേധമാണിത്. K രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്ത എല്ലാ വകുപ്പുകളും കേളുവിന് നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ പെരിയാരം മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങി. കാത്ത് ലാബിലെ ഫ്ലൂറോസ്കോപ്പിക് ട്യൂബ് കേടായതിനെ തുടർന്നാണ് ശസ്ത്രക്രിയ മുടങ്ങിയത്. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, പേസ് മേക്കർ ഘടിപ്പിക്കൽ എന്നിവയാണ് മുടങ്ങിയത്. ഹൃദയ ശസ്ത്രക്രിയക്കായി നേരത്തെ പ്രവേശിച്ച 26 രോഗികളെ ശസ്ത്രക്രിയ നടത്താതെ തിരിച്ചയച്ചു. സംസ്ഥാനത്ത് ഇന്നു മുതൽ കൂടുതൽ തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞു. വടക്കൻ ജില്ലകളിലും ഇടുക്കിയിലുമാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പും കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ ചുവപ്പ് മുന്നറിയിപ്പും നൽകി. ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ തിങ്കളാഴ്ച ഓറഞ്ച് മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചൊവ്വയും ബുധനും തീവ്രമഴ തുടരാനാണ് സാധ്യതയെന്ന് മുന്നറിയിപ്പ് നൽകി. UGC നെറ്റ് റദ്ദാക്കിയതിന് പിന്നാലെ CSIR UGC നെറ്റ് പരീക്ഷ മാറ്റിവെക്കുന്നതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ജൂൺ 25 മുതൽ 27 വരെ നടക്കാനിരുന്ന പരീക്ഷയാണ് മാറ്റിവെച്ചത്. ഒഴിവാക്കാനാത്ത സാഹചര്യങ്ങളും ലോജിസ്റ്റിക് പ്രശ്നങ്ങളും മൂലമാണ് പരീക്ഷ മാറ്റിവെക്കുന്നതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നീറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെ സീതാറാം യെച്ചൂരി. സംഭവങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവർ രാജിവെക്കാനുള്ള രാഷ്ട്രീയ മര്യാദ കാണിക്കണമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തി വിൽക്കുകയാണെന്നും ഇന്ത്യയുടെ ഭാവി പ്രതീക്ഷകളായ കോടിക്കണക്കിന് കുട്ടികൾ ഇതിലൂടെ ബുദ്ധിമുട്ടിലായെന്നും സർക്കാരാണ് ഇതിന് ഉത്തരവാദിയെന്നും അദ്ദേഹം ആരോപിച്ചു. മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനം വൈകും. ജാമ്യം നൽകിയതിന് സ്റ്റേ ചെയ്ത ദില്ലി ഹൈക്കോടതി ED ഹർജിയിൽ വിധി പറയാൻ 2-3 ദിവസം സമയം വേണമെന്ന് വ്യക്തമാക്കി. ഈ കേസ് ഈ മാസം 25-ന് പരിഗണിക്കാനായി ഹൈക്കോടതി മാറ്റിവെച്ചു. ഇതോടെയാണ് ജയിൽ മോചനം വൈകുന്നത്. വിധി പറയുന്നതുവരെ കെജ്രിവാളിന്റെ ജാമ്യം തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്ത ഹൈക്കോടതി നടപടി തുടരും. പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് ലോക്സഭ പ്രൈം ടൈം സ്പീക്കറെ നിയമിച്ച നടപടി പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. സഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിട്ട് മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞത് എന്തിനാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ടെന്നും സംഘപരിവാർ പിന്തുടരുന്ന സവർണ രാഷ്ട്രീയമാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നവർക്ക് എന്താണ് BJPയുടെ മറുപടിയെന്നും മുഖ്യമന്ത്രി ചോദിച്ചു.
ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ കാര്യക്ഷമമാക്കണമെന്ന് CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ അഞ്ചലോസ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ള താൽക്കാലിക ഇടപെടൽ അല്ല വേണ്ടതെന്നും നിരന്തരമായി ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധ വേണമെന്നും ചികിത്സാ പിഴവുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നും അവർക്ക് നീതി ലഭിക്കണമെന്നും ആഞ്ചലോസ് പറഞ്ഞു. ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് കേരളത്തിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ യഥാർത്ഥ തിരുത്തൽ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കണമെന്നും അത് പിണറായിയിൽ നിന്നായിരിക്കണമെന്നും KPCC പ്രസിഡന്റ് K. സുധാകരൻ പറഞ്ഞു. ആത്മാവ് നഷ്ടപ്പെട്ട പാർട്ടിയുടെ അസ്ഥികൂടത്തിന് കാവലിരിക്കുന്ന ദുർഭൂതമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും അണികൾ ചോരയും നീരും നൽകി കെട്ടിപ്പടുത്ത പ്രസ്ഥാനത്തിൻ്റെയും ഭരണത്തിൻ്റെയും തലപ്പത്തിരിക്കുന്നവർ ചീഞ്ഞു നാറുന്നത് തിരുത്തൽ യജ്ഞക്കാർ കണ്ടില്ലെന്ന് നടിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് തെരഞ്ഞെടുപ്പിൽ CPI ഉന്നയിച്ച വിമർശനങ്ങളെ കാര്യമായി കാണുന്നില്ലെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. ഇന്ത്യ മുന്നണിയുടെ മര്യാദ പാലിക്കേണ്ടത് കോൺഗ്രസിന്റെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചാരണം നടത്താൻ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി എത്തുമെന്ന് റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങുന്ന വേളയിൽ മമത വയനാട്ടിലെത്തുമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം മുതിർന്ന കോൺഗ്രസ് നേതാവ് P. ചിദംബരം കൊൽക്കത്തയിൽ വെച്ച് മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. CPM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുകേഷിനും EP ജയരാജനും രൂക്ഷ വിമർശനം. കൊല്ലം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മുകേഷിൻ്റെ പ്രവർത്തനം മോശമായിരുന്നുവെന്നും പാർട്ടി തീരുമാനിച്ചതുപോലെ പ്രവർത്തനം മുന്നോട്ട് പോയില്ലെന്നുമാണ് കുറ്റപ്പെടുത്തൽ. UDF സ്ഥാനാർത്ഥി MK പ്രേമചന്ദ്രനെതിരായ വ്യക്തിപരമായ പ്രചാരണം ഒഴിവാക്കാമായിരുന്നു എന്നും യോഗത്തിൽ വിമർശനമുയർന്നു. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ മലപ്പുറത്തും കോഴിക്കോടും KSUവിൻ്റെയും MSFിൻ്റെയും നേതൃത്വത്തിൽ പ്രതിഷേധം. കോൺഗ്രസ് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുന്നിലേക്ക് നടന്ന KSU മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുമെന്ന് SFIയും വ്യക്തമാക്കി. 2 ജില്ലകളിലെയും വിദ്യാഭ്യാസ ഓഫീസുകൾക്ക് മുന്നിലാണ് പ്രതിഷേധ ധർണ നടന്നത്. സർക്കാർ കരാറുകൾക്ക് വിവിധ വകുപ്പുകളിൽ നിന്ന് കിട്ടാനുള്ള കുടിശ്ശിക 15,000 കോടി രൂപ കടന്നു. ജലവിഭവ വകുപ്പിൽ നിന്ന് മാത്രം 4,000 കോടിയിലധികം രൂപയാണ് കരാറുകാർക്ക് കിട്ടാനുള്ളത്. പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്താനുള്ള തീരുമാനത്തിലാണ് കരാറുകാർ. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.